മമ്മി നമുക്ക് സൂ കാണാൻ പോയാലോ, കുറേ മൃഗങ്ങളെ കാണണം. അങ്ങനെ പപ്പയും മമ്മിയും അത്തൂനോടൊപ്പം ഇന്ന് ട്രിവാൻഡ്രം സൂവിലേക്കാണ് എത്തിയത്. അവിടെ ഈ ഒരു സജഷൻ തന്നത്, ഇവിടെ വന്ന നമുക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സജഷൻ തന്നത് ദാസേട്ടനാണ്. ദാസേട്ടന് വളരെ നന്ദി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് അക്വേറിയം കണ്ടു. അപ്പോൾ അവിടെ എത്തിയപ്പം അവർ പറഞ്ഞു വലുതായിട്ടൊന്നും കാണാനില്ല, കുറച്ച് വെറൈറ്റി ഫിഷുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ പുറത്ത് ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് പോലെ അവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫിഷിനെ കണ്ടപ്പോൾ തന്നെ അത്തു എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായി ഓക്കെ ഇത് മതി, ഈ ഒരു ഫിഷ് ടാങ്ക് കണ്ടിട്ട് നമുക്ക് അടുത്ത ഏരിയയിലോട്ട് കടക്കാമെന്ന്. അതും വളരെ ഈ ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഫിഷ് എന്നൊക്കെ പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ കയ്യിലെടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവനത് കയ്യിലെടുത്തുകൊണ്ട് ഓടും. പക്ഷേ ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുണ്ട്, അതാണ് അവിടെ നിന്ന് പറയുന്നത് എനിക്ക് താന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫേവറേറ്റ് ഏരിയ ആയിട്ടുള്ള പാർക്കിലേക്കാണ് നമ്മൾ പോയത്. അതുകൊണ്ട് അതിൽ കയറണം, എനിക്ക് ഇതിൽ കയറണം, ഊഞ്ഞാൽ കയറണം, ഊഞ്ഞാലെന്നല്ല ഞൂഞ്ഞാലെന്നകത്ത് പറയുന്നത്, ഞൂഞ്ഞാലിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ കിടന്ന് ഓടുന്നത്. അങ്ങനെ വപ്പോൾ ഓരോ റൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ആണെങ്കിൽ ആ സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേരെ കാണാം നിങ്ങൾക്ക്. ഏതോ സ്കൂളിൽ നിന്ന് അവിടെ അതോ ഫീൽഡ് ട്രിപ്പായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. 2-3 ടീച്ചേഴ്സ് അവിടെ ആ കുട്ടികളെ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് എല്ലാ റൈഡിലും കൊണ്ട് കയറുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് അത്തുവും അവർ കയറുന്നതിനനുസരിച്ചിട്ട് അവനും അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഓരോ റൈഡിൻ്റെ പിന്നാലെ ഓടുമായിരുന്നു. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ആദ്യം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അവസാനം നമുക്ക് ഈ തൊപ്പി ഒന്ന് നോക്കി വെച്ചോ. അവസാനം ഈ തൊപ്പി കാണില്ല. വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ അവൻ വഴിതെറ്റി കയറി വീണ്ടും ഇറങ്ങി വരുവാണ് സ്ലൈഡിങ് റൈഡ്. ഓക്കെ, ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന റൈഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്ത റൈഡിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആ സെയിം ഇതിൽ തന്നെ സാധാരണ അവൻ സ്റ്റെപ്പ് വഴിയിട്ടാണ് കയറുന്നത്. ഇത് ചെറിയൊരു കമ്പി അഴികളാണ് അവിടെ ഉള്ളത്. അതുവഴി പതുക്കെ ആ ഒരു ബാലൻസ് പിടിച്ച് പപ്പയും പിടിച്ചിട്ടുണ്ട്. കാരണം അവൻ ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ്. ബാക്കി പിള്ളേരൊക്കെ ഓടിക്കയറുന്ന കണ്ടപ്പോൾ അവന് ഓടിക്കയറണമെന്നുണ്ട്, പക്ഷേ ബാലൻസ് കിട്ടാത്തതുകൊണ്ട് പതുക്കെ കുനിഞ്ഞ് ബാലൻസ് പിടിച്ചിട്ട് വന്നിട്ട് വന്ന് വീണ്. അതിന് സന്തോഷം കണ്ട് നിങ്ങൾക്കറിയാം, അവന് ഭയങ്കര ഇഷ്ടമുള്ള റൈഡാണ്. പിന്നെ അവിടെ അടുത്ത് നമ്മുടെ കമ്പിയിടകളും മാറി സ്റ്റെപ്പും മാറിയിട്ട് വേറെ ഒരു കയറ് വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു വഴി കൂടെ ഉണ്ടായിരുന്നു. അതുവഴി കയറിയിട്ട് വീണ്ടും അവിടെ ഇറങ്ങി. പിന്നെ അടുത്ത് നമ്മൾ ഡക്കിലാണ് കയറുന്നത്. ഡക്ക് എന്ന് പറഞ്ഞ് താറാവേ, അവനിഷ്ടമൊരു പാട്ടുണ്ട്, താറാവേ കുഞ്ഞി താറാവേ. ഈ പാട്ട് എപ്പോഴും ഡക്കിൽ കയറാൻ പറ്റും, ഈ പാട്ടും പാടിയാണ് കയറുന്നത്. പിന്നെ വീണ്ടും അവൻ്റെ ഫേവറേറ്റ് റൈഡായിട്ടുള്ള സ്ലൈഡിങ് റൈഡിൽ കയറുക ഇറങ്ങുക. ഇത് തന്നെയായിരുന്നു അവൻ്റെ സന്തോഷം.